നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. മെട്രോ ബ്രാൻഡ്സ് ലിമിറ്റഡ് എന്ന ഒരു ഫുട്വെയർ സ്പെഷ്യാലിറ്റി റീറ്റെയിലർ കമ്പനിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഡിസംബർ 10 മുതൽ 14 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. പ്രശസ്തനായ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു ബില്യനെയർ ആയിട്ടുള്ള രാകേഷ് ജുൻജുൻവാലയുടെ കമ്പനി എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഈ മെട്രോ ബ്രാൻഡ്സ്. ഇത് അദ്ദേഹത്തിന് വളരെയധികം സ്റ്റേക്കുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച ഇതുവരെ 4 IPOകളാണ് അനൗൺസ് ആയിട്ടുള്ളത്. റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ്, പിന്നെ ശ്രീരാം പ്രോപ്പർട്ടീസ്, പിന്നെ മാപ്പ് മൈ ഇന്ത്യ. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മെട്രോ ബ്രാൻഡ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി കൂടി അനൗൺസ് ആയിരിക്കുന്നത്. ഇവർ വിപണിയിൽ നിന്ന് ആകെ 1367.5 കോടി രൂപയാണ് റേസ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന്. അതിൽ ഫ്രഷ് ഇഷ്യൂ ഉള്ളത് 295 കോടിയാണ്. ബാക്കി എല്ലാം തന്നെ ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അപ്പോൾ ഈ ഓഹരിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു അറ്റൻഡൻസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കണം. എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. മെട്രോ ബ്രാൻഡ്സ് ലിമിറ്റഡ് നമുക്കൊക്കെ അറിയാവുന്ന വളരെയധികം പരിചയമുള്ള ഒത്തിരി ബ്രാൻഡുകളുടെ ഒരു കമ്പനിയാണ് ഈ മെട്രോ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. അവർ ഒരു ഫുട്വെയർ സ്പെഷ്യാലിറ്റി റീറ്റെയിലർ കമ്പനിയാണ്. 1955 ബോംബെ ബേസ് ചെയ്തിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ തരത്തിലുള്ള ഫുട്വെയറുകളുടെയും പാദരക്ഷകളുടെയും ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നുള്ള നിലയിലാണ് 1955 ബോംബെയിൽ ഈ കമ്പനി ആരംഭിക്കുന്നത്. ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകളെല്ലാം നമുക്കറിയാവുന്നതാണ്. അത് മെട്രോ, മോച്ചി, വാക്വേ, ദാവിഞ്ചി, പിന്നെ ജെ ഫോണ്ടിനി, ഇങ്ങനെയുള്ള ബ്രാൻഡുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുമാണ്. അത് കൂടാതെ വളരെ പ്രശസ്തമായിട്ടുള്ള ക്രോക്സ്, സ്കെച്ചേഴ്സ്, ക്ലാർക്സ്, ഫ്ലോർ ഷെയിം, ഫിറ്റ് ഫ്ലോപ്പ്, ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ബ്രാൻഡുകളും മെട്രോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അവരുടെ ഷൂ കെയർ പ്രോഡക്ട്സ്, അവർ MV ഷൂ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള ഷൂ കെയർ, ഫുഡ് കെയർ പ്രോഡക്ട്സുകളും അവർ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇന്ത്യയിൽ 136ഓളം നഗരങ്ങളിൽ 598 എക്സ്ക്ലൂസീവ് ഷോറൂമുകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഈ കമ്പനി എവിടെ ചെന്നാലും നമുക്ക് മെട്രോയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2007 ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബിഗ് ബുൾ എന്നൊക്കെ വിളിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാല ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ വലിയൊരു ഇൻവെസ്റ്ററായിട്ട് ഈ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡറായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസിലിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് ഷോറൂമുകളുള്ള 3ാമത്തെ കമ്പനിയുമാണ് മെട്രോ ബ്രാൻഡ്സ്. ഇഷ്യൂവിന് മുമ്പ് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 83.99% ഓഹരികളാണുള്ളത്. അവർ വാസ്തവത്തിൽ ഓഫർ ഫോർ സെയിലായിട്ട് ഈ പ്രൊമോട്ടേഴ്സ് അവരുടെ കൈവശമുള്ള 10% ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഫീഖ് മല്ലിക്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആ നടുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഫറാ മല്ലിക് ബൻജി, അവരുടെ ചിത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ അലീഷ റഫീഖ് മല്ലിക് ഉണ്ട്, റഫീഖ് മല്ലിക് ഫാമിലി ട്രസ്റ്റ് ഉണ്ട്, അസീസ് മല്ലിക് ഫാമിലി ട്രസ്റ്റ്. ഇത്രയും പേരാണ്, അതായത് 2 ട്രസ്റ്റുകളും 3 വ്യക്തികളും, ഇവരെയാണ് പ്രധാന പ്രൊമോട്ടേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2007 ജുൻജുൻവാല, രാകേഷ് ജുൻജുൻവാലയും അദ്ദേഹത്തിൻ്റെ പത്നി രേഖ ജുൻജുൻവാലയും സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരുന്നത്. പക്ഷേ അവർ പ്രൊമോട്ടേഴ്സ് അല്ല എങ്കിലും ഏകദേശം 14.73% ഓഹരികൾ അവരുടെ കൈവശമുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്കറിയേണ്ടത് കമ്പനിയുടെ സ്ട്രെങ്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്വെയർ റീറ്റെയിലേഴ്സിൽ ഒന്നാണ് ഈ കമ്പനി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇവരുടെ ആ വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതുമാണ്. പിന്നെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾക്കൊപ്പം തന്നെ ഫ്രാഞ്ചൈസി മോഡലും അങ്ങനെയുള്ളൊരു ബിസിനസ് മോഡലാണ് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവരുടെ ആ ഒരു മൾട്ടിപ്പിൾ ഫോർമാറ്റിലുള്ള ബിസിനസ് ചാനലുകൾ, അത് വളരെ ലൈറ്റ് അസറ്റായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത്. പിന്നെ തേർഡ് പാർട്ടി ബ്രാൻഡുകൾ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ള തേർഡ് പാർട്ടി ബ്രാൻഡുകൾ കൂടി ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്.
എന്നുള്ളത് കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ മാനേജ്മെന്റിന്റെ എക്സ്പീരിയൻസും ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ്, ഗ്രോത്ത് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മികച്ചതാണ് കമ്പനിയുടെ. ഇതൊക്കെയാണ് കമ്പനിയുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന 295 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് കുറേ പുതിയ ഷോറൂമുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ മെട്രോ, മോച്ചി, വാക്വേ, അതുപോലെ തന്നെ ക്രോക്സ് ഇങ്ങനെയുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തുടങ്ങുക. അത് കൂടാതെ മറ്റ് കമ്പനികളുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി മെട്രോ ബ്രാൻഡ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് നോക്കാം. ഇത് നമുക്കറിയാം, ഇത് കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഈ ഫുട്വെയർ എന്നുള്ളത്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മളുടെ എല്ലാം ഷൂസും എല്ലാം ഫംഗസ് അടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു കാലത്ത് ആരും പുതിയ ചപ്പൽസോ അല്ലെങ്കിൽ ഷൂസൊന്നും വാങ്ങാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കമ്പനിക്ക് കുറച്ച് പ്രോഫിറ്റിലെല്ലാം വളരെ കുറവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. 2019 കാര്യം നോക്കുക, അത് കുഴപ്പമില്ലായിരുന്നു. റവന്യൂ 1236.9 കോടിയാണ്. അത് 2020 ആയപ്പോൾ അത് കുറച്ചുകൂടി വർദ്ധിച്ചു, 1311.1 എന്നുള്ള ലെവലിലേക്ക് അത് കുറച്ച് വർധനവ് കാണിച്ചു. എന്നാൽ 2021 ആയപ്പോഴത്തേക്ക് അതിൻ്റെ കുറവ് നോക്കുക, 878.5 കോടിയായിട്ട് അത് അവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഈ ഏറ്റവും പുതിയ അർദ്ധവാർഷിക കണക്കുകളാണ്, ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ കണക്കുകൾ മാത്രമാണ്. ഇത് നെറ്റ് ഇൻകം നോക്കൂ, ഇത് എക്സ്പെൻസ് കോളമാണ്. നെറ്റ് ഇൻകം 152.7 ആയിരുന്നു 2019 പ്രോഫിറ്റ് എങ്കിൽ, അടുത്ത വർഷമായപ്പോൾ 161.0, അപ്പോൾ 161 കോടിയായിരുന്നു അതിൻ്റെ പ്രോഫിറ്റായിട്ട് കാണുന്നത്. 2021 ആയപ്പോഴത്തേക്ക് അത് കുറഞ്ഞിരിക്കുന്നു നോക്കുക, 64.6 ആയിട്ടത് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഇപ്പോൾ നമ്മൾ അർദ്ധവാർഷികത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരികയാണ്, 43.1 ആയിട്ട് ഈ അർദ്ധവാർഷികത്തിൽ വന്നിട്ടുണ്ട്. മാർജിൻ പെർസെൻറ്റേജ് ആണ് ഈ കാണുന്നത്, 12.3 ആണ് 2019 പ്രോഫിറ്റ് മാർജിൻ പെർസെൻറ്റേജ്. അതുപോലെ തന്നെ 2020 അത് 12.3 തന്നെയായിട്ട് തുടരുന്നുണ്ട്. 2021 ആയപ്പോഴത്തേക്കും 7.4 ആയിട്ടത് ചുരുങ്ങി. എന്നാൽ ഈ അർദ്ധവാർഷികത്തിൽ 8.8 ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഫിനാൻഷ്യലി നല്ലൊരു കമ്പനിയാണ്, നല്ല ട്രാക്ക് റെക്കോർഡാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ ഇടിവ് വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഓപ്പൺ അപ്പ് ആയാലും എക്കണോമിയും ജനങ്ങളുടെ ആ ലോക്ക്ഡൗൺ എല്ലാം ഏകദേശം മാറിക്കഴിഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് എല്ലാവരും പുതിയ പർച്ചേസുകൾ നടത്താതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൂടുതൽ വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി കമ്പനിയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 2.43 ആണ്. പി റേഷ്യോ അവൈലബിൾ ആയിട്ടില്ല. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 8.24ഉം ബുക്ക് വാല്യൂ 31.17ഉം ആണ്. ഇനി IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഫുട്വെയർ സ്പെഷ്യാലിറ്റി റീറ്റെയിലർ കമ്പനിയാണ് മെട്രോ ബ്രാൻഡ്സ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ രാകേഷ് ജുൻജുൻവാല എന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു അല്ലെങ്കിൽ ബിഗ് ബുൾ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇൻവെസ്റ്റർ എന്നറിയുമ്പോഴാണ് ഈ കമ്പനിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൊമോട്ടേഴ്സിൽ ആദ്യത്തെ 2 പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈവശമുള്ള ഇൻവെസ്റ്റർ രാകേഷ് ജുൻജുൻവാലയും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇതിനുള്ള ഒരു താല്പര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല ഈ ബിസിനസ് ഓൾ സീസൺ ആണ്. അത് 2021 ആദ്യ പകുതിയിൽ ഒരു ഫാൾ ഇതിൻ്റെ ഫിനാൻഷ്യൽസിൽ കണ്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫുട്വെയർ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇത് ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. നല്ലൊരു ബിസിനസ് മോഡലുമാണ് കമ്പനിക്കുള്ളത്. അവരുടെ ബ്രാൻഡുകളെല്ലാം തന്നെ വളരെ ജനപ്രിയമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഷോറൂംസ് ഉള്ളൊരു കമ്പനിയുമാണിത്. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ്. പ്രൈസ് ബാൻഡ് 485 മുതൽ 500 രൂപ വരെയാണ്. 295 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് ഉള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഓഫർ ഫോർ സെയിൽ ഉണ്ട്, പ്രൊമോട്ടേഴ്സ് 10% സെല്ല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2,14,50,100 ഓഹരികളാണ് അത്തരത്തിൽ ഓഫർ ഫോർ സെയിലായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ വില വരുന്നത് ഏകദേശം 1072.5 കോടി രൂപയാണ്. എന്നാൽ അപ്പോൾ അതിലെല്ലാം കൂടി ചേർക്കുമ്പോൾ, രണ്ടും കൂടി ചേർക്കുമ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 1367.
1.5 കോടി രൂപയാണ്. ഇതിൽ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലോട്ടിന് 30 ഓഹരികൾ വരും. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ ഈ ഓഹരിയുടെ 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിന് അനുവദിച്ചിട്ടുള്ളത് ടോട്ടൽ ഇഷ്യൂ സൈസിൻ്റെ 35% ആണ്. 35% വരുന്ന കാരണം ഇത് ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സെബി അനുവദിച്ചിട്ടുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റുകളെ കുറിച്ചൊന്ന് അലോട്ട്മെൻറ്റ് ഡേറ്റ് അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഡേറ്റ് അങ്ങനെയുള്ള ഡേറ്റുകളിലേക്ക് നോക്കാം. ടെൻഡേറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും ഡിസംബർ 17-ാം തീയതിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. റീഫണ്ട് വരുന്നത് ഡിസംബർ 20-ാം തീയതിയാണ്. ക്രെഡിറ്റ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് ഡിസംബർ 21-ാം തീയതിയും ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഡിസംബർ 22-ാം തീയതിയുമാണ്. ഓൺലൈനായിട്ട് ഷെയർ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ലീഡ് മാനേജേഴ്സിനെ കുറിച്ചും രജിസ്ട്രാറിനെ കുറിച്ചും നമുക്ക് നോക്കാം. ലീഡ് മാനേജേഴ്സ് ആയിട്ട് വരുന്നത് അംബിത് പ്രൈവറ്റ് ലിമിറ്റഡും ആക്സിസ് ക്യാപിറ്റൽ, ഡാം ക്യാപിറ്റൽ, ഇക്വറസ് ക്യാപിറ്റൽ, ICICI സെക്യൂരിറ്റീസും മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് എന്നീ കമ്പനികളാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, മെട്രോ ബ്രാൻഡ്സ് ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റുകൾ ഇടാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ഒരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.